പലരുടെയും ജീവിതത്തിൽ കാണുന്ന വലിയൊരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് ഭർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല, ഭർത്താവ് നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അധിക സ്ത്രീകൾക്കും ഉണ്ടാവും. എങ്കിൽ ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക. 9 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഭർത്താവ് നമ്മളെ ആകർഷിക്കാനും അവർ നമ്മളോട് സ്നേഹം കാണിക്കാനുമുള്ള ടിപ്സുകൾ പറഞ്ഞു തരാം. ഇത് ജീവിതത്തിൽ പതിവാക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിട്ട് വേറെ ആരെയും തേടി പോവുകയില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ആദ്യം തന്നെ വൃത്തിയാണ്. വൃത്തിയെ നമ്മൾ മുൻഗണന കൊടുക്കണം. ഭർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും വൃത്തിയോടുകൂടി നമ്മൾ നടക്കണം. എന്നാലാണ് അവർക്ക് നമ്മളോടൊരിഷ്ടം വരികയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഭർത്താക്കന്മാരെ വീട്ടിലുള്ള സമയത്തും നമ്മൾ പുറത്തു പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുങ്ങി നിൽക്കുക. ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ നമ്മൾ വൈകിയ ഡ്രസ്സൊന്നും ഇടാതെ എപ്പോഴും നല്ല ഒരുങ്ങി നിൽക്കുക, ഫ്രഷായിട്ട് നിൽക്കുക. ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കുക. ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റാണ്, നമ്മൾ മുഷിഞ്ഞ വസ്ത്രം ധരിക്കാതെ ഭർത്താവിന് ഇഷ്ടമുള്ളതുമായ പുതിയ വസ്ത്രം ധരിക്കുക. നമ്മൾ പഴകിയ വസ്ത്രങ്ങളൊന്നും വീട്ടിൽ നിന്ന് ധരിക്കരുത്. വീട്ടിൽ നിന്നായാലും പുറത്തു പോകുമ്പോൾ ആയാലും ഭർത്താവ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ വസ്ത്രം ധരിക്കുക. അടുത്ത പോയിന്റാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും പുഞ്ചിരി നിലനിർത്തുക. നമ്മളെ കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നണം. അല്ലാണ്ട് വല്ല തേനീച്ച കുത്തിയതുപോലെയുള്ള മുഖമാക്കി വെക്കരുത്. എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സ്ത്രീകൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ സമയവും വാടിയ പൂ പോലെ ഇരിക്കാതെ ഉന്മേഷത്തോടെ ഇരിക്കുക. ഉന്മേഷമായിട്ട് നമ്മളെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ അവർ ആകർഷിക്കും. നമ്മൾ എല്ലായ്പ്പോഴും പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് ഒരു മൂലക്ക് വാടിയതുപോലെ ഇരുന്നാൽ നമ്മളെ ആകർഷിക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ സങ്കടം ആരും കാണാനും പോകുന്നില്ല. 6ാമത്തെ പോയിന്റാണ്, ആത്മവിശ്വാസം നിലനിർത്തുക. എല്ലാ കാര്യവും ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുകയും ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യവും പറയുന്ന കാര്യവും വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പരസ്പര വിശ്വാസം തുടരുകയും ചെയ്യുക. ദിവസവും ഒരു അരമണിക്കൂർ എങ്കിലും ഭർത്താവിനോട് സംസാരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. 8ാമത്തെ പോയിന്റാണ്, വിഷമങ്ങൾ അവരോട് പറയുക. ഭർത്താക്കന്മാരോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരെ തരം താഴ്ത്തി അവരുടെ മുന്നിൽ അവരെ പരിഹസിച്ച് കാണിക്കരുത്. അതിന് മുന്നേ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ ഭർത്താക്കന്മാരോട് പറയുക. അവരതിനുള്ള പരിഹാരം നമുക്ക് കാണിച്ചു തരികയും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുകയും ചെയ്യും. അവരെന്ത് പറയുമ്പോഴും എപ്പോഴും എതിർത്ത് നിൽക്കാതെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ നല്ല കാര്യത്തിനും അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ അവരുടെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഭർത്താക്കന്മാരും ഒരു ഭാര്യയെയും വിഷമിപ്പിക്കില്ല. അവരെ സ്നേഹിക്കും, അവരെ ആകർഷിക്കും. ഇത് ഉറപ്പാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ സക്സസ് ആയ പോയിന്റുകളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.